ഹലോ നമസ്കാരം കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി പോർക്കാണ്. അതിന് 1/2 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. പാത്രത്തിലെടുക്കുക. അതിലേക്ക് ആവശ്യമായ കൂട്ട്, അതിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് വേപ്പില ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നന്നായി തിരുമ്മി വയ്ക്കണം. കൈകൊണ്ട് നന്നായി തിരുമ്മി വയ്ക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇത് മാറ്റണം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. കുക്കറിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പോർക്ക് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നാളികേരം, അതായത് 2 പിടി നാളികേരം ഇട്ടിട്ട് അതിൽ 1/2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് വറുക്കണം. നല്ല ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കണം. നാളികേരം നല്ല ബ്രൗൺ നിറമാകുന്ന വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. അരച്ചെടുക്കരുത്, പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. മസാലപ്പൊടി വറക്കുന്നതിലേക്കായി 1/2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സബോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റി. സബോള ഏകദേശം ഇപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടണം. നന്നായി ഫ്രൈ ആയി വരണം. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. ഇതിൽ 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. മസാലയൊക്കെ നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന പോർക്കില്ലേ, അത് ഇട്ട് കൊടുക്കണം. ഇട്ട് നന്നായി ഇളക്കണം. മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് നാളികേരം പൊടിച്ചത് ചേർക്കേണ്ടതുണ്ട്. 10 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്ത ശേഷം നാളികേരം ചേർക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാണ്. നാളികേരം ചേർത്ത ശേഷം നന്നായി ഇളക്കിയിടണം. അതിലത്തെ വെള്ളം ഒക്കെ നന്നായി എണ്ണ തെളിഞ്ഞ് വരണം. നല്ല ഫ്രൈ ആയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ഈ സമയത്ത് ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതിൽ കിടന്നിട്ട് നാളികേരമൊക്കെ നന്നായി പിടിച്ച് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യണം. അങ്ങനെ വെച്ച് നമ്മുടെ പോർക്ക് ഫ്രൈ ചെയ്തെടുത്തത് ശരിയായിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.